നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള തന്ത്രപരമായ മാറ്റങ്ങളും അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ടീം മാനേജ്മെന്റും അധികാരികളും പുതിയ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരം പദ്ധതികൾ പലപ്പോഴും പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതിന് പിന്നിൽ നടന്ന ചർച്ചകളുടെ വലിപ്പം ആരാധകർക്ക് മനസ്സിലാകുന്നത്. ഗ്രൗണ്ടിലെ പ്രകടനങ്ങൾക്കപ്പുറം സെലക്ഷൻ കമ്മിറ്റിയുടെ മുറിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളാണ് പല കളിക്കാരുടെയും ഭാവി നിർണയിക്കുന്നത്. ഒരു കായിക താരത്തിന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നുപോകുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ കായിക ലോകത്ത് വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറക്കാൻ പോന്ന ചില രഹസ്യ നീക്കങ്ങൾ ഇപ്പോൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞു. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒരുപോലെ ഈ പുതിയ നീക്കങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വായനക്കാർക്കിടയിൽ കടുത്ത ആകാംക്ഷ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. വരും തലമുറകൾക്ക് പോലും ആവേശം പകരുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രഖ്യാപനത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. BCCIയുടെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ഏതൊരു സാധാരണ ക്രിക്കറ്റ് പ്രേമിയുടെയും ചോര തിളച്ചു പോകും. ഒരു വശത്ത് പ്രതിഭയുള്ള കളിക്കാരെ ബോധപൂർവം തഴയാൻ അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി കുത്തിത്തിരിപ്പുകൾ നെയ്തുകൂട്ടുമ്പോൾ, മറുവശത്ത് അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. സൂര്യകുമാർ യാദവിന് പകരക്കാരനായി പുതിയ നായകനെ കണ്ടെത്താനുള്ള ചർച്ചകളിൽ ഒരു ഘട്ടത്തിൽ ഉയർന്നുവന്ന ആ ജനപ്രിയ താരത്തെ അഗാർക്കറുടെ വ്യക്തിപരമായ താൽപര്യക്കുറവ് കൊണ്ട് മാത്രം വെട്ടിമാറ്റുകയായിരുന്നു. പകരം ശ്രേയസ് അയ്യർക്ക് നറുക്കു വീണത് ക്രിക്കറ്റ് ലോകത്തെയാകെ ഞെട്ടിച്ച ഒരു തീരുമാനമായിരുന്നു. അർഹതയുള്ളവനെ പരസ്യമായി അവഗണിക്കുന്ന ഇത്തരം നീചമായ ലോബിയിങ് കളികൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സിന് വലിയ കോട്ടമാണ് ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും ആ ചതികളെയെല്ലാം മറികടന്നുകൊണ്ട് ആ താരം വരാനിരിക്കുന്ന UK പര്യടനത്തിലും ഏഷ്യൻ ഗെയിംസിലും തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നീതികേടുകൾക്ക് മുന്നിൽ തളരാതെ പോരാടുന്ന ആ പ്രതിഭയ്ക്ക് ഒടുവിൽ കാലം കാത്തുവെച്ച വലിയൊരു കോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സെലക്ടർമാരുടെ മുൻവിധികളോടെയുള്ള തീരുമാനങ്ങൾക്കെതിരെ ഇപ്പോൾ ആരാധകരിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച റെക്കോർഡുകൾ ഉണ്ടായിട്ടും ഒരു കളിക്കാരനെ നിരന്തരം മാറ്റി നിർത്തുന്നത് കാണുമ്പോൾ ഏതൊരു കായിക പ്രേമിക്കും കടുത്ത അമർഷം തോന്നും. ദക്ഷിണാഫ്രിക്കയിലെ പേസും ബൗൺസുമുള്ള കഠിനമായ പിച്ചുകളിൽ പോലും ബാറ്റിംഗ് സാങ്കേതിക മികവ് തെളിയിച്ച ഒരു താരത്തെയാണ് ഇവർ പലപ്പോഴും ടീമിൽ നിന്നും അപ്രത്യക്ഷനാക്കിയത്. കഴിഞ്ഞ കുറച്ചുകാലമായി തുടരുന്ന ഈ അവഗണനകൾ ആ കളിക്കാരന്റെ കരിയറിനെ തകർക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയുടെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള ശക്തമായ ഇടപെടലുകൾ ഇപ്പോൾ ടീമിന്റെ ഉള്ളിൽ നിന്നും തന്നെ ഉണ്ടായിരിക്കുകയാണ്. നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് അർഹമായ സ്ഥാനം വച്ചു നീട്ടണം എന്ന ഉറച്ച നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ ഒരു പുതിയ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുമെന്നത് ഉറപ്പാണ്. ഈ വിഷയത്തിന് പിന്നിലേക്ക് നോക്കിയാൽ മുൻപ് നടന്ന മത്സരങ്ങളിൽ ആ താരം കാഴ്ചവെച്ച പ്രകടനങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു എന്ന് കാണാം. വെറും 16 മത്സരങ്ങളിൽ നിന്നും 14 ഇന്നിംഗ്സുകളിലായി 56.67 എന്ന തകർപ്പൻ ശരാശരിയിൽ 510 റൺസ് അടിച്ചുകൂട്ടിയ ഒരു കിടിലൻ റെക്കോർഡ് ആ താരത്തിനുണ്ട്. അതിലൊരു സെഞ്ചുറിയും 3 50-50കളും ഉൾപ്പെടുന്നു എന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ് തെളിയിക്കുന്നതാണ്. അതിലും ആശ്ചര്യകരമായ കാര്യം ഏകദിന കരിയറിൽ ഇതുവരെ അദ്ദേഹം ഒരിക്കൽ പോലും ഡെക്കായിട്ടില്ല എന്നതാണ്. ഒടുവിലായി 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ 108 റൺസ് നേടി കന്നി സെഞ്ചുറിയോടെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും വാങ്ങി ഇന്ത്യയെ 78 റൺസിന്റെ ആധികാരിക വിജയത്തിലേക്ക് നയിച്ചത് ഇതേ താരമായിരുന്നു. എന്നാൽ ആ മാസ് പ്രകടനത്തിനു ശേഷം അദ്ദേഹത്തെ ടീമിൽ നിന്നും നിഷ്കരുണം അപ്രത്യക്ഷനാക്കുകയായിരുന്നു. ഇത്രയും മികച്ച റെക്കോർഡുള്ള 31-കാരനായ ആ താരത്തെ എന്തുകൊണ്ടാണ് പിന്നീട് ഏകദിന ടീമിലേക്ക് തിരികെ വിളിക്കാതിരുന്നത് എന്ന ചോദ്യം ആരാധകരെ എന്നും അസ്വസ്ഥരാക്കിയിരുന്നു. ഇവിടെയാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികളെയും
ആരാധകരെയും സഞ്ജു ആരാധകരെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തുന്ന ആ വലിയ സസ്പെൻസ് വെളിപ്പെടുത്തുന്നത്. 2020 നായക സ്ഥാനത്ത് നിന്നും അവസാന നിമിഷം തഴയപ്പെട്ടെങ്കിലും നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ അടുത്ത ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ട് വമ്പൻ തിരിച്ചുവരവിനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. സഞ്ജുവിന്റെ ഈ അസാധാരണമായ ഏകദിന റെക്കോർഡുകൾ മുൻനിർത്തി അദ്ദേഹത്തെ ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ സെലക്ടർമാരോട് ശക്തമായി അഭ്യർത്ഥിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന ഏകദിന ദൌത്യങ്ങളിൽ സഞ്ജുവിനെ പ്രധാന ബാക്കപ്പ് ഓപ്ഷനായി പരിഗണിക്കുന്നതിനെക്കുറിച്ച് ഗംഭീർ അഗാർക്കറുമായി ഗൌരവമേറിയ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2020-ൽ പുതിയ ഹീറോയായി മാറിയ സഞ്ജു സാംസൺ ഇനി ഏകദിന കുപ്പായത്തിലും ഭാരതത്തിനായി അഴിഞ്ഞാടാൻ പോകുന്നു എന്ന ഈ വലിയ വാർത്ത സഞ്ജുവിനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് വരും ദിവസങ്ങളിൽ വലിയൊരു ഉത്സവമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്